മീൻ തിന്നാൻ പോവല്ലേ? മീൻ എങ്ങനെ ഇച്ചാനു തിന്നുന്നേ? നല്ല തേട് മീൻ തിന്നാൻ പോവല്ലയോ? ആ മീമി. ടാറ്റ പറ, ഹായ് പറ. ഒരു ഹായ് പറഞ്ഞേ. നോക്കി പറ, ഒരു കൈ കാണിച്ചൊരു ഹായ് പറ. ഹായ്. അപ്പോൾ നമുക്ക് നല്ല തേട് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലത്തേന് മീൻ മേടിക്കാനായിട്ട് ഞാൻ ചേട്ടനും കൂടി പോയപ്പോൾ തേടിരിക്കുന്നുണ്ടോ. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ചു ചോദിച്ചപ്പോൾ തേട് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളിതാ തേട് മേടിച്ചു. അപ്പോൾ അമ്മമ്മ ക്ലീൻ ചെയ്യുകയാണ്. ഞാനും ഇഷാനിയും കൂടി ക്ലീൻ ചെയ്യുന്ന കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ നമുക്ക് മുട്ടയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ മുട്ടയും കൂടി ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ തേട് നല്ല തേടായിരുന്നു കേട്ടോ. കിലോ ഏകദേശം 300 രൂപ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ മേടിച്ചു. ഇനി നമുക്ക് കറി വയ്ക്കാം. അപ്പോൾ കറി വയ്ക്കുന്നത് അമ്മയാണ്. അപ്പോൾ നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ച് അതിലേക്ക് സവോള, ഉലുവ ഇട്ട് നല്ല മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് കുരുമുളകും കൂടി ഇടും. നമുക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് ഇട്ട് പിന്നെ മല്ലിപ്പൊടി 2 സ്പൂൺ, പിന്നെ അതുപോലെ തന്നെ മുളക് പൊടിയും 2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കും. കൊച്ചിലെ മുതൽ എനിക്കിഷ്ടമുള്ള മീനുകളിൽ ഒന്നാണിത് തേട്. ഞാനും ചേച്ചിയും കൂടി കൊച്ചിലെ തേടിൻ്റെ തലയ്ക്ക് വേണ്ടി കിടന്ന് അടി കൂടുമായിരുന്നു. അപ്പോൾ അത്രയ്ക്കും ഫേവറേറ്റ് ആണ്. ഓൾമോസ്റ്റ് വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു മീനാണ് തേട്. അങ്ങനെ ഞങ്ങൾ നല്ലപോലെ മൂപ്പിച്ചെടുക്കുകയാണ്. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നല്ല പിരിയൻപുളി ഇട്ടാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ പിരിയൻപുളിയുടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിള വരുമ്പോഴത്തേക്ക് നമ്മൾ നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്കിതിലേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്യണം. അങ്ങനെ ഇതാ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഉണ്ടമുളക് ഇട്ട് കറി വയ്ക്കാം. ഉണ്ടമുളക് ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ കറിക്കൊരു പ്രത്യേക മണമായിരിക്കും. പിന്നെ അതും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ലതുപോലെ തിളയ്ക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നല്ല തിള വരുന്ന സമയത്ത് നമുക്ക് ഫിഷ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ അതിൽ ഇരുന്ന് നല്ല ക്ലീൻ ചെയ്ത് വെച്ച് മീനെല്ലാം കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഈ ഗ്രേവിയിലേക്ക് എല്ലാം ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കറി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റായിരുന്നു.